ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPUP ബയോളജി പരീക്ഷയ്ക്ക് നമ്മൾ 2023 മുതൽ 2001 വരെ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വേഗത്തിൽ പോയിന്റുകൾ ഒരുപാട് ഞാൻ പറഞ്ഞു പോകും, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് LPUP POQ ആദ്യം നമ്മൾ നോക്കുന്നത് LP സ്കൂൾ അസിസ്റ്റന്റിന്റെ ഒരു NCA നോട്ടിഫിക്കേഷൻ 26/6/2023 നടന്നിട്ടുണ്ട്. അതിലെ ചോദ്യങ്ങളാണ്. ഡിസംബർ 5 പ്രാധാന്യം എന്ത്? ഡിസംബർ 5 പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് ലോക മണ്ണ് ദിനമാണ്. ഡിസംബർ 5 പ്രാധാന്യം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ലോക മണ്ണ് ദിനം ഡിസംബർ 5 ലോക മണ്ണ് ദിനം. അങ്ങനെയെങ്കിൽ 2023 ലോക മണ്ണ് ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നതാണ്. മറക്കരുത്, സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നതാണ്. ഇനി അവിടെ ഓപ്ഷനിൽ പറയുന്നു ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം. അത് ഫെബ്രുവരി 2 അതുപോലെ ജൂൺ 5 എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനം. അതുപോലെ ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് മെയ് 22 എന്ന് ഓർക്കുക. ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാമ്പാണ്, പാമ്പ്. അടുത്ത ചോദ്യം, 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കാൾ വൗസ് എന്ന് പറയുന്ന വ്യക്തിയാണ് 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത്. അതായത് അവിടെ ഓർക്കേണ്ടത് 5 കിങ്ഡം വർഗീകരണ പദ്ധതിയും ഉണ്ട്, 6 കിങ്ഡം ഉണ്ട്. 5 കിങ്ഡത്തിലാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ഒരു കറക്റ്റ് ഓർഡർ ആയിട്ട് പറഞ്ഞാൽ മൊനീറ, അവിടെ നിന്നും പ്രൊട്ടിസ്റ്റ, അതുപോലെ ഫംഗ്ജ്, പിന്നെ പ്ലാന്റ്, അനിമൽ അല്ലെങ്കിൽ അനിമേലിയെ. ഇവിടെ 6 കിങ്ഡം വർഗീകരണ പദ്ധതി വരുന്ന സമയത്ത് മൊനീറ, പ്രൊട്ടിസ്റ്റ ഇവയുടെ ഇടയ്ക്കായിട്ട് ആർക്കിയ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തെ കൂടി ഉൾപ്പെടുത്തി. അതായത് മൊനീറയ്ക്കകത്ത് ബാക്ടീരിയകൾ വരുമ്പോൾ ആർക്കിയ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു കിങ്ഡത്തിനകത്ത് ആർക്കി ബാക്ടീരിയ വരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ പ്രൊട്ടിസ്റ്റ, ഫംഗസ്, പ്ലാന്റ്, അനിമേലിയ എന്നൊരു വിഭാഗം വരുന്നു. സെറ്റല്ലേ? അടുത്ത് ക്യൂണി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂണി കൾച്ചർ മറക്കണ്ട. അങ്ങനെയെങ്കിൽ പഴവും പച്ചക്കറിയുമായി ബന്ധപ്പെട്ടത് നമുക്ക് എന്ത് വിളിക്കാം? ഹോർട്ടികൾച്ചർ എന്ന് വിളിക്കാം. പഴം, പച്ചക്കറി ഹോർട്ടികൾച്ചർ ആണ്. അതുപോലെ കൂൺ കൃഷിയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മഷ്റൂം കൾച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ. അതുപോലെ പട്ടുനൂൽ പുഴുവിനെ വളർത്തൽ നമുക്ക് സെറി കൾച്ചർ എന്ന് വിളിക്കുമ്പോൾ തേനീച്ച വളർത്തലിനെ നമുക്ക് എപ്പി കൾച്ചർ എന്ന് വിളിക്കാം. തേനീച്ച വളർത്തൽ എന്താണ്? എപ്പി കൾച്ചർ. ഈ ഏരിയയൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. അടുത്ത കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ടിലോഫേസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ആദ്യം നടക്കുന്ന ഘട്ടം പ്രൊഫേസ്, രണ്ടാം നടക്കുന്ന ഘട്ടം മെറ്റഫേസ്, മൂന്നാം നടക്കുന്ന ഘട്ടം അനാഫേസ്, നാലാമത്തത് ടിലോഫേസ്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ തന്നിട്ട് ഇതിനെ വ്യത്യസ്തമായിട്ട് തന്നിട്ട് ക്രമപ്പെടുത്തി എഴുതാൻ പറയാം. അപ്പോൾ ഓർക്കണം, പ്രൊഫേസ്, മെറ്റഫേസ്, അനഫേസ്, ടിലോഫേസ്. ഈ പ്രൊഫേസിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ക്രോമസോമുകളായി രൂപം കൊള്ളുന്നത് പ്രൊഫേസിലാണ്. ഇനി ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്നത് മെറ്റഫേസിലാണ്. ഇനി ഈ ക്രോമസോമിലുള്ള ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശാഖ, ആ ക്രൊമാറ്റിഡുകൾ വേർപിരിയുന്നത് അനാഫേസിലാണ്. ഓരോ ക്രൊമാറ്റിഡിലുമുള്ള പുത്രിക ക്രോമസോമുകളായി ഇരു ധ്രുവത്തിലേക്കും നീങ്ങുന്നതും അനാഫേസ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ്. വേറൊരു പരീക്ഷയ്ക്ക് ഇതേ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അനാഫേസ് ആൻസർ വരുന്ന ചോദ്യമുണ്ട്, ശ്രദ്ധിക്കണം. അടുത്ത ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ ടിലോഫേസ് എന്ന് പറഞ്ഞാൽ നീണ്ട ക്രോമസോമുകൾ, നമ്മൾ അങ്ങോട്ട് നീങ്ങിയ ക്രോമസോമുകളൊക്കെ എന്ത് ചെയ്യുന്നു? ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറുന്നു. അവിടെ 2 പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്നു എന്നത് മനസ്സിലാക്കുക. കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സംയോജിത കീട നിയന്ത്രണം അവലംബിക്കുക എന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയാണ്. ഓപ്ഷനിൽ നിശാന്തതയാണ്. അനീമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ B6, B9, B12 എന്നിവ കാരണം ഉണ്ടാകുന്നു. വായ്പുണ്ണ് എന്ന് പറയുന്നത് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തതയാണ്. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി എടുത്ത് ഡീപ്പായിട്ട് പറഞ്ഞാൽ വിറ്റാമിൻ B2 അപര്യാപ്തത നമുക്ക് ചിലോസിസ് അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. ചിലോസിസ് അല്ലെങ്കിൽ വായ്പുണ്ണ് വിറ്റാമിൻ B2 അപര്യാപ്തത. വിറ്റാമിൻ സിയുടെ അപര്യാപ്തതയാണ് സ്കർവി. സ്കർവി കുട്ടികളിൽ വിളിക്കുന്നവര് ബാർലോസ് എന്നും ആണ് എന്നതും കൂടി മനസ്സിലാക്കി വെച്ചേക്കുക.
ഇനി വിറ്റാമിനയുടെ അപര്യാപ്തത നിശാന്തത മാത്രമല്ല, സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. വിറ്റാമിൻ A2ന്റെ അപര്യാപ്തതയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. കുറഞ്ഞ സമയം കൂടുതൽ ചോദ്യം എന്നൊരു ഉദ്ദേശത്തിലാണ് വളരെ വേഗത്തിൽ പോകുന്നത്. കൃത്യമായി പോയിന്റുകൾ മനസ്സിലാക്കുക. ജസ്റ്റ് റിവിഷൻ കൂടി ആണ് എന്നതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ കോർണിയ അധാര്യമായി തീർന്ന അവസ്ഥയ്ക്ക് നമുക്ക് സിറോഫ്താൽമിയ എന്ന് വിളിക്കാം. കുഞ്ഞിന്റെ മാതൃത്വമോ പുതൃത്വമോ നിർണ്ണയിക്കാനും ശാരീരിക അവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളത്തിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്താനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ DNA ഫിംഗർ പ്രിന്റ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അലക് ജെഫ്രി എന്ന് പറയുന്ന വ്യക്തിയാണ്. അവിടുത്തെ ഉത്തരം അലക് ജെഫ്രി ആണ്. ഓക്കെ ആണല്ലോ? അതായത് ഓർത്ത് വെച്ചിരിക്കേണ്ടത് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്ന സാധനം, അത് നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ന്യൂക്ലിയോടൈഡുകളുണ്ട്. ന്യൂക്ലിയോടൈഡുകൾ ഏറ്റവും എല്ലാ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്ത ബന്ധുക്കളിൽ ഈ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെ ഇരിക്കുന്നു? വളരെ സാമ്യമുള്ളതായിരിക്കും. ബന്ധത്തിന്റെ അകലം കൂടുന്തോറും അതിന്റെ സാമ്യതയും കുറഞ്ഞു വരുന്ന എന്നൊരു പോയിന്റ് ഇവിടെ അവിടെ ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന UP സ്കൂൾ അസിസ്റ്റന്റ് NCA നോട്ടിഫിക്കേഷൻ 21/6/2023 നടന്ന ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? അത് ചോദിച്ചാൽ ഉത്തരം തലച്ചോറ്. നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ, അതുപോലെ ഫംഗസ്, ഇതൊക്കെ കാരണം നമുക്ക് എന്തുണ്ടാവാം? മെനിഞ്ചൈറ്റിസ്, വൈറസ് എന്നിവ കാരണം നമുക്ക് എന്തുണ്ടാവാം? മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാം. മെനിഞ്ചസിനെ ബാധിക്കുന്നു. അവിടെ നിന്ന് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് കലർന്ന് അവിടെ നിന്നും നിങ്ങളുടെ തലച്ചോറിലേക്കാണ് രോഗാണുബാധ ഉണ്ടാകുന്നത് എന്നൊരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കുക. ഇനി ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ. ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖം ചോദിച്ചാൽ നമുക്ക് ക്ഷയം പറയാം. അതുപോലെ സിലിക്കോസിസ് ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. അതുപോലെ സാർസ്, മെർസ്, COVID-19 ഇതൊക്കെ ശ്വാസകോശത്തെ ബാധിക്കുന്നു. അതുപോലെ പുകയില കാരണം ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖം ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് ക്യാൻസർ, അതുപോലെ എംഫീസിമ, അതുപോലെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ. ഇനി വൃക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് വൃക്കയുടെ കല്ല് ഒന്ന് പറയാം. അതുപോലെ നെഫ്രൈറ്റിസ് എന്ന് പറയാം. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വിഷബാധയോ അണുബാധയോ മൂലം നിന്റെ വൃക്ക തകരാറിലാവുന്നതാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരു അസുഖം യുറീമിയ. ഇരുവൃക്കയും തകരാറിലാകുന്നതാണ് യുറീമിയ. മൂത്രത്തിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നതാണ് യുറീമിയ. നെഫ്രൈറ്റിസ് യുറീമിയയ്ക്ക് കാരണമാകുന്നു എന്നൊരു പോയിന്റ് ഇവിടെ അവിടെ കൃത്യമായിട്ട് ഓട്ടിച്ചു വെച്ചേക്കുക. അടുത്തെന്താണ്ടാ? ക്യൂണിക്കൾച്ചർ. എന്താണ് ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ? ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. അതായത് മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. നമ്മൾ 2020 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏതൊക്കെ ചാപ്റ്ററിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം ഏതാണ്? അവിടുത്തെ ഉത്തരം കോക്ലിയ ആണ് കേട്ടോ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം കോക്ലിയ. നിന്റെ ആന്തരകർണത്തിൽ ആരൊക്കെ ഉണ്ട്? ഒന്ന് അർദ്ധവൃത്താകാര കുടലുണ്ട്, അതുപോലെ വെസ്റ്റിബ്യൂളുകൾ കാണപ്പെടുന്നുണ്ട്, അതുപോലെ കോക്ലിയ കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് ചില നാഡികൾ, 2 നാഡികളുണ്ട്. സന്തുലനവുമായി ബന്ധപ്പെട്ട ശ്രവണനാഡി എന്ന് വിളിക്കുന്ന കോക്ലിയർ നാഡിയും, കേൾവിയുമായി ബന്ധപ്പെട്ട നാഡിയാണ് ശ്രവണനാഡി അല്ലെങ്കിൽ കോക്ലിയർ നാഡി. സന്തുലനവുമായി ബന്ധപ്പെട്ട നാഡി എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂളാർ നാഡിയാണെന്നത് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കിങ്ഡം മൊനീറയുടെ സവിശേഷത എന്താണ്? കിങ്ഡം മൊനീറയുടെ സവിശേഷത ചോദിച്ചാൽ അവിടെ നമുക്ക് ഒരു സംശയവുമില്ല. കിങ്ഡം മൊനീറയുടെ സവിശേഷം എന്താണ്ടാ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് കിങ്ഡം മൊനീറ. ഞാൻ അതെല്ലാം പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. കിങ്ഡം മൊനീറ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ്. അതുപോലെ കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്തെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ്. എക്സാമ്പിൾ നമുക്ക് അമീബയെ മറ്റുമൊക്കെ പറയാം. ഇനി ഫംഗ്ജ എന്തെന്ന് ചോദിച്ചാൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഏകകോശ ജീവിയോ ബഹുകോശ ജീവിയോ ആവാം, പക്ഷെ അവ പരപോഷികളാണ്. കിങ്ഡം ഫംഗ്ജെ സഞ്ചരിക്കാൻ കഴിവില്ല, പരപോഷിയാണ്, ഏകകോശ ജീവിയോ ബഹുകോശ ജീവിയോ ഒക്കെ ആവാം. ഇനി കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്വപോഷികളാണ്, ബഹുകോശ ജീവികളാണ്, പക്ഷെ സഞ്ചാരശേഷി ഇല്ലാത്തവയാണ്. സ്വപോഷിയാണ്, ബഹുകോശ ജീവിയാണ്, സഞ്ചാരശേഷിയില്ല. പ്ലാന്റ്സുകൾ, സസ്യങ്ങൾ. ഇനി അനിമേലിയ എന്ന് പറഞ്ഞാൽ പരപോഷിയാണ്, സഞ്ചാരശേഷി ഉണ്ട്, ബഹുകോശ ജീവികളാണ്. ഇതാണ് ഓർത്തു വെച്ചിരിക്കേണ്ടത്. ഈ ഒരു ഏരിയ വർഗീകരണ ശാസ്ത്രത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ നോക്കാതെ പോകരുത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെ? ഗ്രിഗർ ജോഹാൻ മെന്റലിനെയാണ് നമ്മൾ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഒരു ജീവിയിലുള്ള പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നമ്മൾ വിളിക്കുന്ന പേരാണ് പിള്ളേരെ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രിഗർ ജോഹാൻ മെന്റലുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ ഗ്രിഗർ ജോഹാൻ മെന്റലിന്റെ അനുമാനങ്ങളെ ശാസ്ത്രീയമായി തെളിയിച്ച് ഗ്രിഗർ ജോഹാൻ മെന്റലിനൊരു പേര് നേടിക്കൊടുത്ത 3 വ്യക്തികളാണ്. ഒന്ന് എറിക് ഷെർമാർക്ക്, 2 കാൾ കോറൻസ്, 3 ഹ്യൂഗോ ഡീവ്രിസ്. ഇവർ 3 പേരും അവരുടെ മെന്റലിന്റെ അനുമാനത്തെ ഒരു സിദ്ധാന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ അടിത്തറ നൽകിയ വർഷം 1900 ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവർ 3 പേരെ പേര് മറക്കരുത്. എറിക് ഷെർമാർക്ക്, കാൾ കോറൻസ്, ഹ്യൂഗോ ഡീവ്രിസ് എന്ന് പറയുന്ന 3 ആൾക്കാർ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കോശാംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈസോസോം, ഓപ്ഷൻ ബി.
ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു. എന്റെ പെണ്ണ് വളരെ ശ്രദ്ധിച്ചോ, ലൈസോസോം എന്ന് പറയുന്നത് കോശ വിഭജനത്തിന് സഹായിക്കുന്നു എന്നത് തെറ്റായ ആൻസർ ആണ്. കോശ വിഭജനത്തിന് സഹായിക്കുന്നത് സെൻട്രോസോമാണ്. ലൈസോസോമിന്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്നു. നമ്മളെ കോശത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ വിഴുങ്ങി നശിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, ലൈസോസോം എന്ന് പറയുന്ന സാധനം. ക്ലിയർ ആണല്ലോ. അതുപോലെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ കുറിച്ച് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം 2 തരമുണ്ട്. ഒന്ന് റഫും ഉണ്ട്, രണ്ടാമത്തത് സ്മൂത്തും ഉണ്ട്. റൈബോസോം ഉള്ളതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആണല്ലോ. അതുപോലെ ഈ ഓപ്ഷനകത്ത് പറയുകയാണെങ്കിൽ റൈബോസോമിന് എന്തില്ല, സ്ഥലമില്ല എന്നും കൂടി മനസ്സിലാക്കുക. അടുത്ത നമ്മൾ നേരെ പോകുന്നത് LP-UPയുടെ 2022 ചോദ്യമാണ്. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന, ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നു എന്നതാണ് അവിടുത്തെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി ആ ബാക്കി 4 ഓപ്ഷനും എങ്ങനെ ശരിയാക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്, അതാണ് ശരി. ഇനി അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സൈലത്തിലൂടെ, ഇവിടുത്തെ തെറ്റ് 2 ഉണ്ട്. ഒന്ന്, അന്നജം സൂക്രോസിന്റെ രൂപത്തിൽ ഫ്ലോയത്തിലൂടെ സസ്യത്തിന്റെ വിവിധ ഭാഗത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ശരിയാവും. ഇനി ഓപ്ഷൻ ഡി, ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണം നേരിട്ട് പങ്കെടുക്കുന്നു. ഇവിടെ എങ്ങനത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഹരിതകം എ പ്രകാശ സംശ്ലേഷണം നേരിട്ട് പങ്കെടുക്കുന്നു, ബാക്കിയുള്ളവരെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ എന്നിവയെ നമുക്ക് സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കാം. അടുത്ത ജീവികളെ 5 കിങ്ഡമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെ? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് എന്തെന്ന് പറയുന്ന ജീവികളെ 5 കിങ്ഡം ആയിട്ട് വർഗീകരിച്ച ആളെന്ന് പറയുന്നത്. 6 കിങ്ഡം ആണെങ്കിൽ അത് കാൾ വൗസ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഓപ്ഷൻ സി ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയാം. വാസോപ്രസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസും ശേഖരിക്കുന്നത് പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിലുമാണ്. അവിടെ നിന്നാണ് അത് രക്തത്തിലേക്ക് സ്രവിക്കുന്നതെന്ന് മറക്കരുത്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തെ സഹായിക്കുന്നതാണ് ADH. ADHനെ നമുക്ക് ആന്റി ഡൈയുറൈറ്റിക് ഹോർമോൺ എന്ന് വിളിക്കാം, മൂത്രത്തിനെതിരെയുള്ള ഹോർമോൺ എന്ന് വിളിക്കാം, നമ്മുടെ ശരീരത്തിന് ജലനഷ്ടം കുറയ്ക്കുന്ന ഹോർമോൺ എന്നൊക്കെ നമുക്ക് ആരെ വിളിക്കാം, ADHനെ വിളിക്കാം, മറക്കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ എക്സിറ്റു എന്നും ഇൻസിറ്റു എന്നും 2 കൺസർവേഷൻ ഉണ്ട്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത്. അതായത് നമ്മൾ ഇവിടെ ഒരു ജീവജാലം താമസിക്കുന്നത് ആവാസ വ്യവസ്ഥയിലാണ്. അവന് ആവാസ വ്യവസ്ഥയിൽ നിന്നും എക്സിറ്റ് അടിച്ചാൽ, പുറത്താക്കിയാൽ അത് എക്സിറ്റു കൺസർവേഷൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്താണ്. അതുപോലെ സുവോളജിക്കൽ സൂ എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്ത് നമ്മളൊരു കൂട്ടിനടത്ത് താമസിപ്പിക്കുന്നു. അതുപോലെ ജീൻ ബാങ്ക്. അപ്പൊ എക്സിറ്റു കൺസർവേഷൻ ആതൊക്കെ എന്ന് ചോദിച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡനും ജീൻ ബാങ്കും സുവോളജിക്കൽ ഗാർഡനുമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, എക്സിറ്റു കൺസർവേഷനും ഇൻസിറ്റു കൺസർവേഷനും ചോദിക്കുമ്പോൾ എക്സിറ്റു കൺസർവേഷൻ 3 എക്സാമ്പിളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ എന്താണോ ഓപ്ഷനിൽ വരുന്നത് അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. സോ നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ പഠിച്ചു വെച്ചില്ലേലും കുഴപ്പമില്ല. എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ 3 പേര്, സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് എന്നത് മറക്കാണ്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? അനൈച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നത്, ഇവിടുത്തെ ഉത്തരം മെഡിന ഒബ്ലാങ്കേറ്റ. അങ്ങനെയെങ്കിൽ ഐച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. പേശി പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം. ഉറങ്ങുമ്പോൾ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് അത് തലാമസ്. കേട്ടോ, പെട്ടെന്ന് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോവുകയാണ് വളരെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. ഇതൊരു സജീവ കലയാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ കോളൻ കൈമയാണ് പിള്ളേരെ. എന്താണ് ഉത്തരം? കോളൻ കൈമ. പാരം കൈമ എന്താണെന്ന് ചോദിച്ചാൽ വലിയ പാര ഒന്നും ഇല്ലാത്ത, നമുക്ക് ഒടിച്ചും വളച്ചും ഒക്കെ എടുക്കാൻ പറ്റുന്നതാ ആ സസ്യഭാഗങ്ങളെ, സോഫ്റ്റായ സസ്യഭാഗങ്ങളാണ് പാരം കൈമ. കോളൻ കൈമ എന്ന് പറഞ്ഞാൽ കൊളകൊളാൻ നിൽക്കുന്നതാണ് കോളൻ കൈമ. ഈ കോളൻ കൈമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പാരം കൈമ കട്ടിയുണ്ട്, കോളൻ കൈമയ്ക്ക് പാരം കൈമ കട്ടിയില്ല. കോളൻ കൈമയുടെ പ്രത്യേകത എന്താ പറയാ, സസ്യങ്ങൾക്ക് താങ്ങും വഴക്കവും, അതായത് ഒരു ചെടിയൊക്കെ കാറ്റടിച്ചും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അത് കൊടുക്കുന്നു. ക്ലോറൻ കൈമ, അത് കഴിഞ്ഞിട്ട് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്തെന്ന് ചോദിച്ചാൽ സ്ക്ലീറാൻ പറ്റാത്ത നല്ല കട്ടിയുള്ള കൈമയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ സ്ക്ലീറൻ കൈമ. നല്ല കട്ടിയുള്ള കൈമയാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. ഈ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് സ്ക്ലീറൻ കൈമയ്ക്ക് ആ കട്ടി കൊടുക്കുന്നത് എന്നതും ഓർക്കുക. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ്? ഒമിക്രോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ
ഓപ്ഷൻ സി ആണ് കേട്ടോ ഒമിക്രോൺ എന്ന് പറയുന്നത്. 2021 നവംബർ 24-ലാണ് ആദ്യമായിട്ട് ഒമിക്രോൺ എന്ത് ചെയ്യപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അടുത്ത സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ അത് റേച്ചർ കഴ്സൺ ആണ് കേട്ടോ. ഈ റേച്ചർ കഴ്സൺ എന്ന് പറയുന്നത് ഒരു സമുദ്ര ജീവി ശാസ്ത്രജ്ഞയാണ്, അതുപോലെ ഹരിത സാഹിത്യകാരിയും, മറക്കണ്ട കേട്ടോ. റേച്ചർ കഴ്സൺ ആരാണ്? സമുദ്രജീവി ശാസ്ത്രജ്ഞയും ഹരിത സാഹിത്യകാരിയുമാണ്. ഇവരുടെ ഈ ഇതിന് കാരണം 1972 DDT എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നിരോധിച്ചു. DDT എന്ന് പറയുന്ന കീടനാശിനിയെ നമ്മുടെ ഇൻസെക്ട് ബോംബ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 1972 ഇവർ അന്വേഷണ കമ്മിറ്റി വയ്ക്കുകയും ആ അന്വേഷണ കമ്മിറ്റിയിൽ മുലപ്പാലിൽ വരെ DDT ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അമേരിക്ക എന്തിന് തയ്യാറാവുന്നത്, DDTയെ ക്യാൻസൽ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അടുത്ത UP സ്കൂൾ അസിസ്റ്റന്റ് 2022 ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചുവടെ കൊത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാന ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി. ഇവിടെ ശരിയായ ജോഡി എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. MJ സ്ലിഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. തിയോഡർ ഷാനെ കുറിച്ച് പറഞ്ഞാൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റുഡോൾഫ് വിർഷോ ചോദിച്ചാൽ നിലവിലുള്ള കോശത്തിൽ നിന്നും മാത്രം പുതിയ കോശം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തി. ഇനി അതുപോലെ റോബർട്ട് ബ്രൗണിനെ കുറിച്ച് നോക്കിയാൽ കോശത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ മർമ്മത്തെ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അടുത്ത പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്ന ആഹാര സ്വീകരണം, ദഹനം. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ അത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ്. ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, ക്വസ്റ്റ്യൻ വായിച്ച്. ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണം, വിസർജനം. അതായത് എന്താണ് ആഹാര സ്വീകരണം? നമ്മൾ കഴിക്കുന്നതിന് ആഹാര സ്വീകരണം എന്ന് പറയും. ചവച്ചരച്ച് നമ്മളെ ദഹിച്ചു പോകുന്നതിന് ദഹനം, അല്ലെങ്കിൽ വിഘടിക്കുന്നതിന് ദഹനം എന്ന് പറയുന്നു. ദഹിച്ച ആഹാരത്തെ ചെറുകുടലിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് ആഗീരണം എന്ന് പറയുന്നു. ആഗീരണം ചെയ്ത സാധനത്തെ നമ്മുടെ ശരീരത്തിൽ കരളും മറ്റു ശരീരഭാഗങ്ങളും അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മൾ സ്വാംശീകരണം എന്ന് പറയുന്നു. അതിനുശേഷം മിച്ചം വരുന്ന വേസ്റ്റിനെ പുറന്തള്ളുന്നതിന് നമുക്ക് വിസർജനം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടത്തെ കണ്ടെത്തുക. ADEK അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ആണ് എന്തെന്ന് പറയുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ സിയും ബിയുമാണ്, അല്ലെങ്കിൽ ബി കോംപ്ലക്സുമാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എത്ര എന്ന് ചോദിച്ചാൽ ബി കോംപ്ലക്സ് 8 എണ്ണം ഉണ്ട്, വിറ്റാമിൻ സി 1 എണ്ണം ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 8+1 9 ആണ് എന്നത് മറക്കണ്ട. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കാരണം പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന സെറിബെല്ലമാണ്. ബാക്കി ഐച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നതും ചിന്താബുദ്ധി ഭാവന ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതും ഇന്ദ്രിയാനുഭവം ഉളവാക്കുന്നതും തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗവും ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഭാഗവും എല്ലാം ആരാണ്? സെറിബ്രമാണ് എന്ന് മറക്കണ്ട. തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത് എന്നാണ് ചോദ്യം. അവിടുത്തെ ഉത്തരം സിക്കിൾ സെൽ അനീമിയ. ക്ഷയവും വില്ലൻ ചുമയും ഡിഫ്തീരിയയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ഷയത്തിന്റെ വാക്സിൻ എന്ന് പറയുന്നത് BCG ആണ്. വില്ലൻ ചുമയുടെ ഡിഫ്തീരിയയുടെ വാക്സിൻ എന്ന് പറയുന്നത് DPT എന്ന് പറയുന്ന വാക്സിൻ ആണ്. ക്ലിയർ ആണല്ലോ. RBC അരിവാളിന്റെ ആകൃതിയിലായി മാറുന്ന അസുഖത്തിന്റെ പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പാരമ്പര്യ ജനിതക രോഗത്തിന്റെ ഒരു ഉദാഹരണമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. വേറൊരു അസുഖമുണ്ട് ഹീമോഫീലിയും, അതുപോലെ തന്നെയാണ് പ്രധാന പാരമ്പര്യ ജനിതക രോഗമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരം ജലത്തിന്റെ വിഘടനമാണ്. ശ്രദ്ധിച്ചോ, പ്രകാശ സംശ്ലേഷണം 1 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ചോദ്യം വരും. അടുത്ത ചോദ്യം, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണീയ. അതായത് ഇവിടെ ഈ ചോദ്യം ഞാൻ എടുത്തു കൊണ്ടുവരാനുള്ള കാരണം 2021 ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ 2022, 2023 എന്നീ വർഷങ്ങളിലെ നോബൽ സമ്മാനം, അത് ഹിസ്റ്ററി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ അതുപോലെ മെഡിസിൻ ആൻഡ് ഫിസിയോളജി എന്നിവ ഉറപ്പായിട്ട് നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോവാവൂ. ഇത് 3-ൽ പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് 3-ൽ എവിടെയെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത് 2020 LP സ്കൂൾ അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത വളരെ അറിയാം. മാർച്ച് 24 എന്ന് പറയുന്നത് എന്താണെടാ? നമ്മുടെ ക്ഷയരോഗ ദിനമാണ്. മാർച്ച് 24 എന്താണ്? ക്ഷയരോഗ ദിനമാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഹീമോഫീലിയ ദിനം ചോദിച്ചാൽ അത് ഏപ്രിൽ 17. അതുപോലെ മലേറിയ ദിനം ചോദിച്ചാൽ അതുപോലെ ഏപ്രിൽ 25 മലേറിയ ദിനം, അല്ലെങ്കിൽ മലമ്പനി ഡേ. രക്തസമ്മർദ്ദത്തിന് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന ഏത് സസ്യത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സർപ്പഗന്ധിയാണ് കേട്ടോ. ഏതാണ്? സർപ്പഗന്ധി. ഈ സർപ്പഗന്ധിയിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന റിസർപ്പിൻ എന്നൊരു മരുന്ന് മാത്രമല്ല, അജുമാലൂൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണേ. അജുമാലൂൻ എന്നൊരു മെഡിസിനും
അതുപോലെ റിസർപ്പിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, വേർതിരിക്കപ്പെടുന്നുണ്ട് എന്നതുകൂടി ഓർക്കണം കേട്ടോ. അടുത്തത് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പൂനെയിലാണ് കേട്ടോ. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പൂനെ. അതുപോലെ ലക്നൗ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ലക്നൌവിലുണ്ട്. അതുപോലെ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി വന്നിട്ട് കൊൽക്കത്തയിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലും സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി എന്ന് പറയുന്നത് എവിടെയാണ്ടാ, കൊൽക്കത്തയിലുമാണ് കേട്ടോ, മറക്കണ്ട. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ ആണെങ്കിൽ നമ്മുടെ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ് കേട്ടോ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ആലപ്പുഴ. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ചോദിച്ചാൽ തോന്നക്കൽ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള തോന്നക്കലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. എടാ, മത്സ്യത്തിന്റെ ഹൃദയത്തിന് അറകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഓർക്കണം, സസ്തനിക്ക് 4 ഹൃദയത്തിലെ അറ, അതുപോലെ പക്ഷികൾക്ക് ഹൃദയത്തിന് അറ 4, അതുപോലെ ഉരകങ്ങൾ 3, ഉഭയങ്ങൾ 3. പക്ഷേ ഉരകജീവികളിൽ മുതലയ്ക്ക് 4 എണ്ണം ഉണ്ട്. പാറ്റയുടെ ഹൃദയത്തിന്റെ 13 അറകളാണ്. മനസ്സിലായി? ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തു വച്ചേക്കണം. ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏത്? നമ്മൾ 2023 ചോദ്യത്തിൽ ഇതുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ അനാഫേസ് ആണ് കേട്ടോ. അനാഫേസ്, അതായത് 3ാമത്തെ ഘട്ടത്തിൽ കേട്ടോ. 1, 2, 3 ഘട്ടമുണ്ട്. 3ാമത്തെ ഘട്ടത്തിലാണ് നമ്മളെ അനാഫേസ് എന്ന് പറയുന്നത്. അനാഫേസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ആ ഓർഡർ തെറ്റരുത്. താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കരനം, ഇത് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ കൗമുദി എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഏരിയയിലുള്ള, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സങ്കര ഇനങ്ങളെ കുറിച്ചുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വർഗ്ഗസങ്കരമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകും. അതൊന്ന് ഉറപ്പായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാം. DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്തത്. DPT എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ് എന്നാണ്. അപ്പൊ ഇവിടെ ഡിഫ്തീരിയ ഓപ്ഷനിൽ വില്ലൻ ചുമ ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, ടെറ്റനസ് ഉണ്ട്, വില്ലൻ ചുമ ഉണ്ട്. ഇല്ലാത്ത അസുഖം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇൻഫ്ലുവൻസയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്ട്, ഇൻഫ്ലുവൻസ. കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ പോൾ എർലിക് ആണ് കേട്ടോ. കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്ട? പോൾ എർലിക്, മറക്കരുത് കേട്ടോ. പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജീവകം ഇയുടെ രാസനാമം, അതായത് വിറ്റാമിൻ ഇയുടെ രാസനാമം ചോദിച്ചാൽ അത് ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ. കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി ആണ്. അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ആണ്. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ B7 അല്ലെങ്കിൽ വിറ്റാമിൻ H എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അടുത്ത 2007 UP സ്കൂൾ അസിസ്റ്റന്റ് ചോദ്യം, മനുഷ്യൻ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് ആര്? അത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചാൽ ഉത്തരം ഹൈപ്പോതലാമസ് ആണ്, മറക്കരുത്. വിശപ്പ്, ദാഹം എന്നിവയുടെ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ആരാണ്? ഹൈപ്പോതലാമസ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി. എടാ, നമ്മുടെ റെറ്റിനയാണ്. അതായത് നമുക്ക് 3 പടലമുണ്ട്. ഒന്ന് ദൃഢപടലം എന്ന് പറയുന്ന ഏറ്റവും പുറത്തത്, 2 രക്തപടലം എന്ന് പറയുന്ന മധ്യത്തിലുള്ളത്, റെറ്റിന എന്ന് പറയുന്ന ഏറ്റവും ഉള്ളിലുള്ളത്. ആ റെറ്റിനയിലാണ് 2 തരം കോശം, ഒന്ന് റോഡ് കോശവും 2 കോൺ കോശവും. റോഡ് കോശത്തിൽ റെഡോപ്സിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകവും കോൺ കോശത്തിൽ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകവും കാണപ്പെടും. റോഡ് കോശത്തിലെ റൊഡോപ്സിന് മറ്റൊരു പേരുണ്ട്, വിഷ്വൽ പർപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റെഡോപ്സിൻ ആണെന്ന് മറക്കണ്ട. അടുത്ത, ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നതിൽ ആരാണ്? ഇവിടുത്തെ ഉത്തരം പ്ലാസ്മിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ, മറക്കണ്ട. അതാണ് ഓപ്ഷൻ ബി, പ്ലാസ്മിഡ്. അതായത് നമ്മുടെ ബാക്ടീരിയകൾക്ക് അവരുടേതായ തനതായ ഒരു DNA കാണും, ഒരു റൗണ്ട് DNA കാണും. ഒരു ഗോളാകൃതിയിലുള്ള DNA വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതിനകത്തുണ്ട് ലിഗേസ് ഉണ്ട്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസും ജനിതക കത്രിക എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസുമാണ് എന്ന് മറക്കണ്ട. ഓക്കെയാണോ? അടുത്ത്, പ്രപഞ്ചത്തിലെ ഇതര ഗോളത്തിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണിക ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം എന്ന ഒരു സിദ്ധാന്തം, ആ സിദ്ധാന്തത്തെ നമുക്ക് എന്ത് പേര് വിളിക്കാമെന്ന് ചോദിച്ചാൽ പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് വിളിക്കാം. നമുക്ക് സിദ്ധാന്തങ്ങൾ 2 തരമുണ്ട്. ഒന്ന് പാൻസ്പെർമിയ സിദ്ധാന്തവും രണ്ടാമത്തത് രാസപരിണാമ സിദ്ധാന്തവുമാണ് കേട്ടോ. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഭൂമിയുടെ ആ ഒരു ആദ്യ കാലഘട്ടത്തിലുണ്ടായ
അല്ലെങ്കിൽ അവിടുത്തെ സമുദ്രങ്ങളിലുണ്ടായ രാസവസ്തുക്കൾക്കുണ്ടായ ചില മാറ്റങ്ങളുടെ ഫലമായിട്ട് ജീവൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ എന്നൊരു ചോദ്യം 4 പേരെ പഠിക്കണേ. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോ. രാസപരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപജ്ഞാതാക്കൾ 2 പേരാണ്. ഒന്ന് ഒപ്പാരിൻ എന്ന് പറയുന്ന വ്യക്തിയും 2 ഹാൾഡേൽ എന്ന് പറയുന്ന വ്യക്തിയും. എന്നാൽ ഇവരുടെ സിദ്ധാന്തങ്ങളെ ശാസ്ത്രീയമായി ലബോറട്ടറിയിൽ തെളിയിച്ച 2 പേരാണ്. ഒന്ന് ഹരോൾഡ് യുറേ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ ഒരെണ്ണം സ്റ്റാൻലി മില്ലർ എന്ന് പറയുന്ന വ്യക്തിയും. ഇങ്ങനെ 2 പേരാണ് ഇവരുടെ ഈ പറയുന്ന സിദ്ധാന്തങ്ങളെ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്ത് തെളിയിച്ച ലബോറട്ടറി തെളിയിച്ച വ്യക്തികൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ആർഡിപിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയാണ് കേട്ടോ. മനുഷ്യരുടെ മറക്കരുത്, ഏതാണ്ട് ആഫ്രിക്ക. ഓക്കെ, അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഉൽപരിവർത്തന സിദ്ധാന്തം. എടാ ഉൽപരിവർത്തന സിദ്ധാന്തം ആരെന്ന് ചോദിച്ചാൽ ഹ്യൂഗോ ഡീവറിസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി പരിണാമ സിദ്ധാന്തം ആര് എന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഡാർവിൻ ആണ്. പിന്നെ അവിടെ ഒരാളുണ്ട് ലാമാർക്ക്. അതായത് സ്വയാർജിത സ്വഭാവം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് ആദ്യമായി വാദിച്ചത് ലാമാർക്കാണ്. അദ്ദേഹത്തിന്റെ ലാമാർക്കിസ് എന്നുള്ള സിദ്ധാന്തത്തിലൂടെ അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞ ജീവി ഏത് എന്ന് വേറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം ജിറാഫാണ്. സ്വയാർജിത സ്വഭാവം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടും എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് ലാമാർക്ക്. സെറ്റല്ലേ പിള്ളേരെ? എല്ലാം ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചു, അത്രയും കേട്ടോ. ആദ്യത്തെ കോശത്തിലെ ജനിതക സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസ് എന്താണ്? വൈറസിന് ഒരു പ്രോട്ടീൻ ആവരണമുണ്ട്. അതിനകത്തൊരു DNA അല്ലെങ്കിൽ ഒരു RNA കാണപ്പെടും. DNA കാണുമെങ്കിൽ അത് DNA വൈറസും RNA ആണെങ്കിൽ അത് RNA വൈറസുമാണ്. ജീവനുള്ള ഒരു വസ്തുവിനകത്ത് പ്രവേശിക്കുമ്പോഴാണ് ആ വൈറസുകൾക്ക് എന്ത് ലഭിക്കുന്നത്? ജീവൻ ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വൈറസ് കണ്ടുപിടിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വേറെ ചോദിച്ചിട്ടുണ്ട്. ദിമിത്രി ഇവാനോവിസ്കി കേട്ടോ. വൈറസ് കണ്ടെത്തിയത് ആരാണ്ട്? ദിമിത്രി ഇവാനോവിസ്കി. ഇനി കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. മനസ്സിലാക്കിക്കോ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. ഈ ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം ജീവിതശൈലി രോഗമാണ്. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന സുഖങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്ക് എന്തൊക്കെയാ കാരണം വരുന്നത്? അമിതമായ മദ്യപാനമോ അതുപോലെ ഡ്രഗ്സിന്റെ ഉപയോഗമോ പുകവലിയോ അതിന് കാരണമാകാം. അതുപോലെ അമിതമായ ആഹാരം കാരണമാകാം, വ്യായാമമില്ലായ്മ കാരണമാകാം, വിശ്രമമില്ലായ്മ കാരണമാകാം, ഉറക്കമില്ലായ്മ കാരണമാകാം, മാനസിക സമ്മർദ്ദം കാരണമാകാം. ഇതെല്ലാം എന്തിന് കാരണമാകാം? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാം എന്ന പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി കൊഴുപ്പിന്റെ ലഘു ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കോശത്തിന്റെ പേര് അഡിപ്പോസൈറ്റ് കോശങ്ങളാണ്. കൊഴുപ്പടിയുന്ന കോശം ഏത്? അഡിപ്പോസൈറ്റ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗം ഏത്? അത് ബ്ലൈറ്റ് രോഗമാണ് കേട്ടോ. ബ്ലൈറ്റ് രോഗമാണ് എന്തിനെ ബാധിക്കുന്നത്? നെല്ലിനെ ബാധിക്കുന്ന അസുഖം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ടി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? അവിടുത്തെ ഉത്തരം തൈമസ് ഗ്രന്ഥിയാണ് കേട്ടോ. ടി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. അടുത്ത ചോദ്യം 2017 LP അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് പ്രധാനമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്റർ മസ്റ്റ് ആയിരിക്കണം. അതുപോലെ ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ അത് മസ്റ്റായിട്ട് നോക്കിയിട്ടേ പോകാവൂ. അതുപോലെ 8ാം ക്ലാസ്സിനകത്ത് 13ാമത്തെ ചാപ്റ്റർ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്, അത് മസ്റ്റായിട്ട് നമ്മൾ നോക്കണം. ഇങ്ങനെ ചില പ്രത്യേക ചാപ്റ്ററും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? LP-ക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ കോശവുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റർ നമ്മുടെ 5 മുതൽ 10 ഇടയ്ക്കുണ്ട്. ആ 2 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കിയിരിക്കണം. കാരണം ഈ പറയുന്ന കോശവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. അതുപോലെ പ്രകാശ സംശ്ലേഷണം മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ഇത്രയും സാധനങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു 6 കാര്യങ്ങളിൽ ഒരു 4 എണ്ണത്തുനിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ്, സാധ്യത ഉണ്ട്. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. കൂട്ടത്തിൽ ഉൾപ്പെടാത്തതിൽ ആരാണെന്ന് ചോദിച്ചാൽ മലബാറിയെ പറയാം. കാരണം മലബാർ ഒരു ആടാണ്. വെച്ചൂറും ചെറുവള്ളിയും സുനന്ദിനിയും ഒക്കെ എന്തിൽ വരുന്നതാണ്ട? പശുക്കളിൽ വരുന്നതാണ് കേട്ടോ, മറക്കരുതേ. മലബാർ എന്ന് പറയുന്നത് ഒരു അത്യുൽപാദന ശേഷിയുള്ള ആടാണ്. ഇങ്ങനെ ഈ അത്യുൽപാദന ശേഷിയുള്ള ജന്തുക്കളെ കുറിച്ചുള്ള ഒരു ഏരിയ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ആ ഏരിയ മസ്റ്റായിട്ട് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാം കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് ചോദ്യം വരാം. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? ഇവിടുത്തെ ഉത്തരം എഥിലിൻ ആണ് കേട്ടോ. പുകയിൽ കാണപ്പെടുന്നതാണ് എഥിലിൻ എന്ന് പറയുന്നത്. ഒരു വാതക ഹോർമോണാണ് എഥിലിൻ എന്ന് പറയുന്നത് കേട്ടോ. പഴുക്കാൻ സഹായിക്കുന്നത് എഥിലിനാണ്. അടുത്ത ചോദ്യം, ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അവിടെ ആന്റിസെപ്റ്റിക് ആണ് കേട്ടോ. അവിടുത്തെ ഉത്തരം എന്താണ്ട്? ആന്റിസെപ്റ്റിക്കുകളാണ് കേട്ടോ. മറക്കരുത്, ആന്റിസെപ്റ്റിക്.
ഇനി താഴെ പറയുന്നതിൽ കൊതുക് ജന്യമല്ലാത്ത അസുഖമേത്? ഈ കൊതുക് ജന്യമല്ലാത്ത അസുഖം ചോദിച്ചാൽ ടൈഫോയിഡ്. കാരണം ടൈഫോയിഡ് എന്ന് പറയുന്നത് ജലത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ് കേട്ടോ. ജലത്തിലൂടെ പകരുന്നതാണ് ടൈഫോയിഡ്. ഇനി ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകും, മന്തെന്ന് പറയുന്നത് ക്യൂലക്സ് എന്ന് പറയുന്ന കൊതുകും, മലമ്പനി എന്ന് പറയുന്നത് നമ്മുടെ അനോഫിലിസ് കൊതുകുമാണ് എന്ത് ചെയ്യുന്നത്, പരത്തുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമേത്? അവിടുത്തെ ഉത്തരം ന്യൂറോണുകളാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നെഫ്രോൺ എന്ന് പറയുന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോൺ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത്, മനുഷ്യ നേതൃത്വത്തിന്റെ വീക്ഷണ സ്ഥിരത എത്ര എന്ന് ചോദിച്ചാൽ 1/16 സെക്കൻഡ്. എന്താണ് പിള്ളേരെ വീക്ഷണ സ്ഥിരത? ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിങ്ങളുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസം. ആ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വീക്ഷണ സ്ഥിരത എന്ന് നമ്മൾ പറയുന്നത്. ഇനി LP സ്കൂൾ അസിസ്റ്റന്റ് 2016 ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണു ഉദാഹരണം ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ബാസിലസ് പോളിമിക്സ് എന്നാണ്. എന്താണ്? ബാസിലസ് പോളിമിക്സ്. ബാക്കി മൂന്നുപേരും ആരാണ്? ബാക്കി മൂന്നുപേരും നൈട്രജന്റെ അളവ് മണ്ണിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ്. ആരൊക്കെ? റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം എന്നിവ എന്താണ്? നൈട്രജൻ സ്ഥിരീകരണം ബാക്ടീരിയകളാണ് എന്നത് മറക്കണ്ട. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സൂക്രോസിന്റെ രൂപത്തിലാണ്. കുറച്ചുമുമ്പ് 2023 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അത് ഈ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിലൂടെ നീങ്ങുന്നത്? സൂക്രോസിന്റെ രൂപത്തിൽ. അതായത് നമ്മുടെ പ്രകാശ സംശ്ലേഷത്തിന്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ അന്നജത്തിന്റെ രൂപത്തിൽ ഇലയിൽ ശേഖരിച്ചു വെക്കുന്നു. ഇലയിൽ നിന്നും അത് ഫ്ലോയത്തിലൂടെ പോകുന്ന സമയത്ത് ഫ്ലോയത്തിലുള്ള ഒരു ട്യൂബിന്റെ പേരാണ് സീവ് ട്യൂബ്. അപ്പൊ ആ സീവ് ട്യൂബിലൂടെ കൊണ്ടുപോകുന്നത് ഏത് രൂപത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് സൂക്രോസിന്റെ രൂപത്തിലാണെന്ന് പറയാം. സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ് എന്ന് ചോദിച്ചാൽ അസ്ഥിയെ ബാധിക്കുന്നതാണ് സാർക്കോമ. യോജകലയെ ബാധിക്കുന്ന അസുഖമാണ് സാർക്കോമ. ഈ സാർക്കോമ നമുക്ക് ഒസ്റ്റിയോ സാർക്കോമ, അസ്ഥിയെ ബാധിക്കുന്ന സാർക്കോമ ഒസ്റ്റിയോ സാർക്കോമ എന്ന് നമുക്ക് വിളിക്കാം. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പ്ലാസ്മയിലുള്ള ജലം. പ്ലാസ്മയിലെ ജലം 90-92% പ്ലാസ്മയിൽ ജലമാണ്. ആ ജലത്തിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ്. അതായത് പ്ലാസ്മയിലൂടെ എന്തൊഴുകിയാലും അതെല്ലാം ജലത്തിന്റെ സഹായത്താലാണ് എന്ന് മനസ്സിലാക്കുക. ക്ലോറോഫിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബി കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ തിരിച്ചു പറയാം. ക്ലോറോഫിൽ ബി ഇതിൽ ഏതെന്നാണ് ചോദ്യം. ക്ലോറോഫിൽ ബി എന്ന് പറയുന്ന ഇക്വേഷൻ C55H70 O6 N4 Mg. അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. ഇനി ക്ലോറോഫിൽ എയുടെ ഇക്വേഷൻ ചോദിച്ചാൽ C55H72 O5 N4 Mg. അതായത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബി എയും ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയുമാണ്. ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയും ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയുമാണ്. കോശ ശ്വസനം വഴി കോശത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. പലരും അത് ഹീമോഗ്ലോബിനുമായി ചേർന്ന് തെറ്റായിട്ട് പറയാറുണ്ട്, പെട്ടെന്ന് അങ്ങനെയും പറയാറുണ്ട്. അതല്ല അവിടുത്തെ ഉത്തരം ടിഷ്യൂ ദ്രവത്തിലൂടെ എന്നതാണ്. PPLO എന്ന ഏകോശജീവി ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ മൈക്കോപ്ലാസ്മ. ഏറ്റവും ചെറിയ കോശമാണ് എന്തെന്ന് പറയുന്നത്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ. സൂക്ഷ്മജീവികളുടെ കോമാളി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ ഒരു പ്രോകാരിയോട്ടിക് ആണ്. മൈക്കോപ്ലാസ്മയ്ക്ക് കോശഭിത്തി ഇല്ല. ഈ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ചോദിച്ചാൽ അവിടെ ഓപ്ഷൻ ഡി ആണ്. എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്തുണ്ടാക്കുന്നത്? പ്ലേഗ് ഉണ്ടാക്കുന്നത്. LP സ്കൂൾ അസിസ്റ്റന്റ് 2016 താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാൽവിൻ ചക്രം കേട്ടോ. കാൽവിൻ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ കോശ ശ്വസനവുമായി ബന്ധപ്പെട്ടതാണ്. ഇരുണ്ട ഘട്ടം, അതുപോലെ ക്രബ്സ് പരിവൃത്തി, ഇരുണ്ട ഘട്ടം, അതുപോലെ കാൽവിൻ ചക്രം. ഇരുണ്ട ഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് കാൽവിൻ ചക്രം. അതുപോലെ ഹിൽ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം 2 ഘട്ടമുണ്ട്. ഒന്ന് പ്രകാശഘട്ടവും 2 ഇരുണ്ട ഘട്ടവും. പ്രകാശഘട്ടത്തിലെ ഒരു പ്രവർത്തനമാണ് ഹിൽ പ്രവർത്തനം. അതായത് ജലം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിച്ച് ഓക്സിജനും പിന്നെ ഹൈഡ്രജനുമായി മാറുന്നു. ഈ പ്രവൃത്തിക്ക് സൂര്യപ്രകാശം സഹായിക്കുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഹിൽ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് ഈ പ്രവർത്തനത്തെ ഹിൽ പ്രവർത്തനം എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതായത് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നതിന് സഹായിക്കുന്നത് സൂര്യപ്രകാശമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഹിൽ. ആ പ്രവർത്തനത്തെ ഹിൽ പ്രവർത്തനം എന്ന് വിളിക്കാം. അപ്പൊ അത് പ്രകാശഘട്ടത്തിലായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിൽ പ്രവർത്തനം. ഇരുണ്ട ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് കാൽവിൻ ചക്രം. സെറ്റല്ലേ? അടുത്ത്,
മനുഷ്യഹൃദയത്തിലെ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? മനുഷ്യഹൃദയത്തിന്റെ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇടത് വെൻട്രിക്കിളിലാണ് കേട്ടോ. ഏതാണ്ട് ഇടത് വെൻട്രിക്കിളിലാണ്. താഴെ തന്നിരിക്കുന്നതിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം. എടാ, മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ. ഏതാണ്? മൈറ്റോകോൺട്രിയ. മറക്കരുത്, മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം, സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി. സിഫിലിസിന്റെ രോഗകാരി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ട്രിപ്പോനിമ പല്ലിയിടം കേട്ടോ. ഓപ്ഷൻ ഡി സിഫിലിസിന്റെ കാരണം ട്രിപ്പോനിമ പല്ലിയിടം. സിഫിലിസ് ഒരു ബാക്ടീരിയ പരത്തുന്ന സെക്ഷൽ ഡിസീസ്. അടുത്ത ചോദ്യം, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ഏതാണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആസിഡ് എന്ന് പറയുന്നത്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. അവിടെ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം ലൈസോസോം ആണ്. പേസ് മേക്കറിന്റെ ധർമ്മം എന്ത്? പേസ് മേക്കറിന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ ഹൃദയമിടിപ്പ് ക്രമീകരിച്ച് നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത, രക്തത്തിന്റെ pH മൂല്യം 7.35 7.45 വരെയാണ്. ഇത് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ കറക്റ്റ് ആൻസർ രക്തത്തിന്റെ ബേസിന്റെ ഗുണമാണ്. രക്തത്തിലെ ബേസിന്റെ ഗുണമാണ്. തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം കോർപ്പസ് കല്ലോസം എന്ന് പറയുന്ന ഭാഗമാണ്. ഒരു ഫംഗസ് രോഗം ഏത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം താരൻ ഒരു ഫംഗസ് രോഗമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ഫൈബ്രിനോജൻ. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം വിറ്റാമിൻ ഡി ആണ്. DNA കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഫെഡറിക് മിഷർ ആണ് കേട്ടോ. DNA കണ്ടെത്തിയത് ആര്? ഫെഡറിക് മിഷർ. താഴെ പറയുന്നതിൽ കണ്ണുമായി ബന്ധപ്പെട്ട പദം ചോദിച്ചാൽ അത് കെരാറ്റോപ്ലാസ്റ്റി. ഏതാണ്? കെരാറ്റോപ്ലാസ്റ്റി. കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു പോകാതെ സസ്യത്തെ സഹായിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ അത് കോളൻ കൈമ. ഏറ്റവും താഴെ ഓപ്ഷൻ ഡി ആണ് കോളൻ കൈമ. പ്രകാശ സംസരണ സമയത്ത് ഓക്സിജൻ ഉണ്ടാക്കുന്നത് ജലത്തിന്റെ വിഘടനത്തിൽ നിന്നും. സസ്യങ്ങളുടെ ഇലയിൽ ജലം എത്തിക്കുന്നത് സൈലം കുഴലുകൾ വഴി. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ 2001 വരെയുള്ള പ്രധാന. ഇതിൽ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ സിലബസ് ഒന്ന് വിട്ടു നിൽക്കുന്ന കുറച്ച് പോയിന്റുകളുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. നിങ്ങൾ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ഏരിയയിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും LP UP പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതും കുറച്ച് എക്സ്ട്രാ പോയിന്റും ചേർത്തുള്ള ഒരു PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.